തെങ്ങ് ചവങ്ങ മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സെയിലിന് എത്തിയിരിക്കുന്നത് 5.25 സെന്റ് സ്ഥലവും 1170 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. ലൊക്കേഷൻ വരുന്നത് ഇന്ദിരാഗാന്ധി പോളിടെക്നിക് കോളേജിന്റെ അടുത്ത് നിന്ന് 1 കിലോമീറ്റർ മാറിയാണ്. വീടിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ദേവാലയങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു. 1 കൊല്ലമാണ് വീടിന്റെ പഴക്കം വരുന്നത്. 4 സൈഡും മതിലെല്ലാം കെട്ടി ഗേറ്റിന്റെ വർക്ക് പെൻഡിംഗ് ആണ്. മുറ്റം ബാക്കിയിരിക്കുന്നത് ബേബി മെറ്റലാണ്. വീടിന്റെ റൈറ്റ് സൈഡിലാണ് വറ്റാത്ത കിണർ വരുന്നത്. വീടിന്റെ മുറ്റത്ത് 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ലഭ്യമാണ്. കിണറിനോട് ചേർന്ന് തന്നെയാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. മൂന്ന് സ്റ്റെപ്പ് വരാവുന്ന ചെറിയൊരു സിറ്റൗട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിന്റെ ഫ്ലോർ വരുന്നത് ടൈൽസ് ആണ്. മനോഹരമായ ഡിസൈനെല്ലാം നൽകിയൊരു അടിപൊളി ഫ്രണ്ട് ഡോറാണ് വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ട് ഡോർ തുറന്ന് വീടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഒരു വിസിറ്റിംഗ് ഏരിയ, ഒരു ഡൈനിങ് ഏരിയ, 3 ബെഡ്റൂം, 2 കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ഇങ്ങനെയാണ് വീടിൻ്റെ സ്പെക്ക് വരുന്നത്. ഇതാണ് വിസിറ്റിംഗ് ഏരിയ വരുന്നത്. ഒരു ചെറിയ ഒതുങ്ങിയ വിസിറ്റിംഗ് ഏരിയ ആണ് നൽകിയിരിക്കുന്നത്. നാല് 2 വൈറ്റ് ഗ്ലോസി ടൈൽസ് ആണ് വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ബിഗ് സൈസ് ഡൈനിങ് ഏരിയ വരുന്നത്. നല്ലൊരു സ്പേസ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ ലഭ്യമാണ്. ഡൈനിങ് ഏരിയയിൽ ഉപയോഗിച്ചിരിക്കുന്നത് 4 2 വൈറ്റ് ഗ്ലോസി ടൈൽസ് തന്നെയാണ്. ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒതുങ്ങിയ ചെറിയ മനോഹരമായ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് TV യൂണിറ്റ് വരുന്നത്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇത് തന്നെയാണ് വീട്ടിലത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. 3 പാളിയുടെ 2 വിൻഡോയാണ് മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്നത്. നാല് 2 വൈറ്റ് ഗ്ലോസി ടൈൽസ് തന്നെയാണ് ബെഡ്റൂംസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബെഡ്റൂമിൽ നമുക്കൊരു ബിഗ് സൈസ് വാൾഡ്രോപ്പ് വരുന്നുണ്ട്. മൾട്ടിവുഡിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റിയാണ് വരുന്നത്. ഒരു 5D ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സൈഡ് ഭിത്തിയെല്ലാം വാൾട്ടയിൽ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ആദ്യത്തെ ബെഡ്റൂമിനെ അപേക്ഷിച്ച് അല്പം വലിപ്പം കുറവാണ് രണ്ടാമത്തെ ബെഡ്റൂമിന്. 3 പാളിയുടെ 2 വിൻഡോ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിലും വരുന്നത്. സെയിം വലിപ്പം വരാവുന്ന ഒരു വാൾഡ്രോപ്പ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലും വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റി തന്നെയാണ് വരുന്നത്. ഒരു 5D ക്ലോസറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വാൾട്ടൈൻ്റെ നിറത്തിൽ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നുള്ളൂ. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഉള്ളതിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ ബെഡ്റൂമാണ് മൂന്നാമത്തേത്. 3 പാളിയുടെ ഒരു വിൻഡോയാണ് മൂന്നാമത്തെ ബെഡ്റൂമിൽ വരുന്നത്. 4 2 വൈറ്റ് ഗ്ലോസി ടൈൽ തന്നെയാണ് ബെഡ്റൂംസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം വലിപ്പം വരാവുന്ന ഒരു വാൾഡ്രോപ്പ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലും ലഭ്യമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റിയാണ് വരുന്നത്. 3 ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് 5D ക്ലോസറ്റ് ആണ്. നല്ലൊരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വാൾട്ടൈലിൻ്റെ നിറത്തിൽ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നുള്ളൂ. ഇതാണ് വീട്ടിലത്തെ ആദ്യത്തെ കിച്ചൺ വരുന്നത്. മുകളിലും താഴെയുമായിട്ട് മനോഹരങ്ങളായിട്ടുള്ള 15ഓളം കബോർഡുകളാണ് കിച്ചണിൽ വരുന്നത്.
കിച്ചൻ്റെ ഫ്ലോർ വരുന്നത് മാറ്റ് ടൈൽസ് ആണ്. കിച്ചൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സിങ്ക് വരുന്നത്. കിച്ചൺ സ്ലാബിൻ്റെ ഫ്ലോർ വരുന്നത് ഗ്രാനൈറ്റ് ആണ്. സൈഡിൽ ഭിത്തിയെല്ലാം വാൾട്ടയിൽ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. മൾട്ടിവുഡിലാണ് ഓരോ കബോർഡും നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ കിച്ചൺ വരുന്നത്. രണ്ടാമത്തെ കിച്ചണിലാണ് പുകയില്ലാത്ത അടുപ്പ് വരുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡിലാണ് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ എക്സ്ട്രാ ഷീറ്റ് ഇട്ട് കൂട്ടിയെടുത്തിരിക്കുന്നതാണ്. വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീനുള്ള സ്പേസ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ മുകളിലോട്ടുള്ള സ്റ്റെയർ വരുന്നുണ്ട്. ഈ മനോഹരമായ ഭവനത്തിന് ചോദിക്കുന്ന പ്രൈസ് 35 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഏതാണ്ട് 80% ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. വീട് റിക്വയർമെൻ്റ് ആയിട്ടുള്ള കൂട്ടുകാർ നിങ്ങളുടെ ലൊക്കേഷനും ബഡ്ജറ്റും കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണ് എങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ മറ്റൊരു വീടിൻ്റെ മനോഹരമായ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.